വെൽക്കം ബാക്ക് ടു വൈറ്റ് ചോക്ക് സൊല്യൂഷൻസ്. ഒരുപാട് വിദ്യാർത്ഥികളുടെ ഒരു ഡൗട്ടാണ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ റിസൾട്ട് നോക്കുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഡെമോ വീഡിയോ ആണിത്. അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് പോലെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് അറിയാനായിട്ട് പറ്റും. അപ്പോൾ റിസൾട്ട് അറിയാൻ നമ്മൾക്ക് വേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ആദ്യം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വേണം, പിന്നെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ വേണം. ഈ ഒരു രണ്ട് കാര്യങ്ങളാണ് റിസൾട്ട് അറിയാൻ വേണ്ടി നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, റിസൾട്ട് പബ്ലിഷ് ചെയ്ത ഉടനെ തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ ആപ്പുകളിലും വെബ്സൈറ്റുകളിലൊക്കെ വരുന്നത്. അപ്പോൾ ഈ വെബ്സൈറ്റ് ജാം ആവാനും നെറ്റ്വർക്ക് ഡൗൺ ആവാനൊക്കെ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ പബ്ലിഷ് ചെയ്ത ഉടനെ തന്നെ കയറി എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സ്ക്രീൻഷോട്ടും എടുത്ത് വെക്കുക. പിന്നെ ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല, കുറച്ച് ടൈം എടുക്കും. അപ്പോൾ പെട്ടെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇതൊക്കെ ചെയ്ത് കാത്തിരിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ആൻഡ്രോയിഡിലോട്ടാണ്. അപ്പോൾ ആദ്യം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് സഫലം എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സഫലം 2024 എന്നുള്ളൊരു ആപ്പ് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ആപ്പ് ഗവൺമെൻറ്റിൻ്റെ ആപ്പ് തന്നെയാണ്, കൈറ്റിൻ്റെ ആപ്പാണ്. അപ്പോൾ സെക്യൂർഡാണ്, നമ്മുടെ ശരിയായ റിസൾട്ട് തന്നെയാണ് തരിക. അപ്പോൾ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. പിന്നെ ഇത് ആൻഡ്രോയിഡിന് മാത്രമേ പറ്റൂ, ഐഫോണിൽ ഈ ആപ്പ് ഇപ്പോൾ അവൈലബിൾ അല്ല. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് ഐഫോണിലും ആൻഡ്രോയിഡിലും ഒക്കെ എങ്ങനെ കിട്ടുമെന്ന്. അതിനുള്ളൊരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇപ്പോൾ തന്നെ വെച്ചേക്കുക. അപ്പോൾ നിങ്ങളിത് ചെക്ക് ചെയ്യേണ്ടത് വൈകിട്ട് 3 മണിക്ക് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ് മീറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ചെക്ക് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ ഇതിലൊക്കെ വരൂ. അപ്പോൾ നമ്മളിത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് SLCൻ്റെ ആ ഒരു ഓപ്ഷനിൽ കാണാം രജിസ്റ്റർ നമ്പർ കൊടുക്കാനും അതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാനും. അത് രണ്ടും അവിടെ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത ഉടനെ തന്നെ നിങ്ങളുടെ റിസൾട്ട് അവിടെ കാണാൻ പറ്റും. അവിടെ റിസൾട്ട് വന്ന ഉടനെ തന്നെ അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയും ചെയ്യുക. അപ്പോൾ ഈ ഒരു വഴി നമ്മുടെ ആൻഡ്രോയിഡിൽ മാത്രമേ പറ്റൂ, ഐഫോണിൽ ഇപ്പോൾ ഈ സഫലം എന്ന് പറഞ്ഞ ഒരു ആപ്പൊന്നുമില്ല. അപ്പോൾ ഐഫോണിലും ആൻഡ്രോയിഡിലും ഒക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും വെബ്സൈറ്റ് എടുക്കേണ്ടി വരും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഞാനിപ്പോൾ സ്ക്രീനിൽ കൊടുക്കുന്ന ഏതെങ്കിലും ഒരു ലിങ്കിൽ കയറുക. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ വെബ്സൈറ്റിൻ്റെയും ലിങ്ക് കൊടുക്കുന്നുണ്ട്, ആ ഒരു സമയത്ത് കയറി നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ ഒരു സൈറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം 4 മണി ആകുമ്പോൾ മാത്രമേ ഇത് കിട്ടുള്ളൂ എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ആ ഒരു സമയമാകുമ്പോൾ ഈ ഒരു സൈറ്റിൽ കയറി നോക്കിയാൽ ഇതിൽ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, 3 മണിക്ക് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ് മീറ്റ് തുടങ്ങിയ ഒരു 10-15 മിനിറ്റിന് ശേഷം എല്ലാ സൈറ്റുകളിലും ആപ്പുകളിലൊക്കെ നമ്മുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യും. ആ ഒരു സമയം നോക്കിയാലാണ് നമുക്ക് കിട്ടുക. പക്ഷെ എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം മാത്രം ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം പ്രസ് മീറ്റ് കഴിഞ്ഞ് 1-1.5 മണിക്കൂർ കഴിഞ്ഞാലാണ് വന്നത്. അപ്പോൾ ഇപ്രാവശ്യം എങ്ങനെയാണെന്ന് അറിയില്ല, സാധാരണ വരുമ്പോൾ തന്നെ വരുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ SLCക്ക് ഈ റിസൾട്ട് കാത്തിരിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക. റിസൾട്ട് വന്നതോടുകൂടി കഴിഞ്ഞില്ല, നിങ്ങളുടെ +1 അലോട്ട്മെൻറ്റിൻ്റെതുമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ബൈ ഗായ്സ്.